ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാത്ത ആളുകൾക്കും അതിൻ്റെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് ഇനി മുതൽ സ്പോൺസേഡ് ആഡ് കൊടുക്കാൻ സാധിക്കും. പലപ്പോഴും ചെറുകിട ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ ചെറുകിട സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവരുടെ സ്പോൺസേഡ് ആഡ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളെ സമീപിക്കണം. അത് പലപ്പോഴും ടൈം കൺസ്യൂമിംഗ് ആണ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ കൺസ്യൂമിംഗ് ആണ്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് അതിൻ്റെ സഹായത്തോടെ എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ സ്പോൺസേഡ് ആഡ് കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം ഉണ്ടാകും, ചില ആളുകൾക്ക് ഫേസ്ബുക്ക് മാത്രം ഉണ്ടാകും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ മെറ്റ ഉണ്ട്, ഫേസ്ബുക്ക് മെറ്റ എന്നുള്ളത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിനോ സ്റ്റോറിനും ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം 2 അക്കൗണ്ടുകളെയും നിങ്ങൾ സിങ്ക് ചെയ്യുക. ശേഷം ഞാൻ ഇവിടെ ലാപ്ടോപ്പിലാണ് കാണിക്കുന്നത്, ഫേസ്ബുക്ക് മെറ്റ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫേസ്ബുക്ക് മെറ്റ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബ്രൗണി വിൽക്കുന്ന ഒരു സംരംഭമുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ സ്പോൺസേഡ് ആഡ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ ഫേസ്ബുക്ക് മെറ്റ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യം പറയാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്നവർ അവരുടേതായ രീതിയിൽ ചെയ്തോട്ടെ. ഞാനിത് ഒന്നും അറിയാത്തവർക്ക് ക്വിക്കായിട്ട് അതിൻ്റെ സഹായത്തോടെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ മോർ എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ക്രിയേറ്റ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമ്മൾ ആ ഒരു ക്രിയേറ്റ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജനറേറ്റീവ് ആഡ് സെറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് ഫുള്ളി AI ഇൻ്റഗ്രേറ്റഡ് ആണ്, മെറ്റ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ പണി നമുക്ക് ഇവിടെ ചുരുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറേറ്റീവ് ആഡ് സെറ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്ത് ശേഷം നെക്സ്റ്റ് ഇൻ്റർഫേസിലേക്ക് അവർ നമ്മൾ ലീഡ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള 6 ആഡ് സെറ്റുകളാണ്. അതായത് നിങ്ങൾ കുറേ ആളുകൾ ചെയ്യുന്ന ഒരു നെഗറ്റീവാണ്, നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആളുകൾ പെട്ടെന്ന് ബൂസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള കൺവേർഷൻ കൊണ്ടുവരില്ല. അത് ശരിയായ ഒരു രീതിയല്ല. ഇത്തരത്തിലുള്ള സ്പോൺസേഡ് ആഡ് കൊടുത്താലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ലീഡ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ മുമ്പ് ഒരു സ്പോൺസേഡ് ആഡ് കൊടുത്തോണ്ടാണ് ആ പഴയ ആഡിൻ്റെ പിക്ചേഴ്സ് ഇവർ ഡിഫോൾട്ടായിട്ട് നമുക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്കപ്പോഴും ചാൻസ് വെറും ടെക്സ്റ്റ് മാത്രമേ ഉണ്ടാവുക. അതായത് ഓരോ ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഒരു 6 ആഡ് സെറ്റുകളാണ്. അതായത് നമ്മളൊരു സ്പോൺസേഡ് ആഡ് കൊടുക്കുമ്പോൾ 6 തരത്തിലുള്ള ആഡുകൾ എന്ത് ചെയ്യും അവർ നിർമ്മിച്ചിട്ടാണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ആഡാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത് അതിനെ അവർ നെക്സ്റ്റ് ടൈമിൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള 6 ആഡ് സെറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓരോന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും. പിക്ചർ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാം. പിക്ചർ മാറ്റാം, ടൈറ്റിൽ മാറ്റാം, ഡിസ്ക്രിപ്ഷൻസ് മാറ്റാം. ഇവർ ഡിഫോൾട്ടായിട്ട് തരുന്ന ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻസും എനിക്ക് അത്രത്തോളം ഒരു നല്ലതായിട്ട് തോന്നിയില്ല. ആ സമയത്ത് നമ്മൾക്ക് എന്താ വെച്ചാൽ ജെമിനിയിൽ സിമ്പിളായിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. അതായത് ഞാൻ ഫേസ്ബുക്ക് മെറ്റയിൽ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാണ്, ആരാണ് നമ്മുടെ ഓഡിയൻസ്, എന്താണ് പ്രൊഡക്റ്റ്, ശേഷം ഇങ്ങനെ ഒരു ജസ്റ്റ് എക്സ്ട്രാ പ്രോംപ്റ്റ് കൂടി കൊടുക്കുക, വർക്ക് ആസ് ആൻ എക്സ്പേർട്ട് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടും. എന്നിട്ട് പറയാം എത്ര ആഡ് സെറ്റ് ഉണ്ടെന്ന് പറയാം. 6 ആഡ് സെറ്റ് ഉണ്ട്. അപ്പോൾ ആ 6 ആഡ് സെറ്റിക്ക് വേണ്ട ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ്, ബാക്കി കാര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേക്കാം. അതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്പോൺസേഡ് ആഡ് കൊടുക്കുന്നതും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കൂടുതൽ മെസ്സേജ് കിട്ടാൻ, കൂടുതൽ ലീഡ് കിട്ടാൻ, കൂടുതൽ ഫോളോവേഴ്സ് കിട്ടാൻ, അങ്ങനെ ഓരോ പർപ്പസും ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്പോൺസേഡ് ആയിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ പർപ്പസൊക്കെ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ കൂടുതൽ മെസ്സേജ് കിട്ടുക എന്നുള്ളതാണ്, എന്നിട്ട് ബ്രൗണി കൂടുതൽ വിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. ഇനി ഫോളോവേഴ്സ് കൂട്ടണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. വേറെ വെബ്സൈറ്റ് വിസിറ്റേഴ്സിന് കൂടാൻ അതിനൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ കൊടുത്തു. ശേഷം നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ആഡ് സെറ്റിനും വേണ്ട ടൈറ്റിൽസ്, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ വെച്ചാൽ ഇതിങ്ങനെ കോപ്പി ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ഈസി പരിപാടിയാണ്. അപ്പോൾ ഹെഡ്ലൈൻ എന്താണെന്ന് കൊടുക്കുന്നു. ഇപ്പോൾ സ്റ്റോപ്പ് സ്ക്രോളിങ്, സ്റ്റാർട്ട് റൂളിങ്, ഓക്കെ, അങ്ങനെ ഓരോന്നിനും വേണ്ട ആഡ് സെറ്റുകളുടെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് മാറ്റുക. അതേപോലെ തന്നെ നമുക്ക്
ഇമേജുകളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇത് എങ്ങനെ കാണുക, ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ കാണുക എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഒരു പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ തന്നെ നമ്മൾക്ക് അവരുടെ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ഇമേജസും നമുക്ക് എക്സ്ട്രാ തരും. അപ്പോൾ നമ്മളടുത്ത് ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ സ്പോൺസറായിട്ട് കൊടുക്കുമ്പോൾ ഡിഫറെൻറ്റ് ഇമേജുകൾ ഇല്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ അടുത്തുള്ള ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് അവർ തന്നെ ജനറേറ്റ് ചെയ്ത് തരും. ഇതൊക്കെ 6 ആഡ് സെറ്റുകൾ നമ്മൾക്ക് വേണ്ട പിക്ചർ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ബട്ടൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് എത്ര രൂപയാണ് നമ്മൾക്ക് കൊടുക്കേണ്ടത് നമുക്ക് ഓൾറെഡി കാണിച്ചു തരും. 280 രൂപ മാക്സിമം പെർ ഡേ ഉപയോഗിക്കേണ്ട ഓപ്ഷനാണ്. ഇത് നമുക്ക് 183 ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് ഓപ്ഷൻ ടൈപ്പ് ആയിരിക്കും. ഓരോ ആഡ് നമ്മൾ ക്ലിക്ക് വരുമ്പോഴും അതിന് നിശ്ചിത എമൗണ്ട് എടുക്കുന്ന രീതിയിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പം നമ്മൾ എത്രയാണോ ഡെയിലി നമ്മൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നത് അതിന് നമുക്ക് ഇവിടെ ലിമിറ്റ് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഇവിടെ തന്നെ നമുക്ക് എത്ര ദിവസം, അതായത് ഇത്ര ദിവസം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡ്യൂറേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് എൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുക, എത്ര ദിവസത്തേക്കാണ് വേണ്ടത് എന്നുള്ള എൻഡ് ഡേറ്റ് ഫിക്സ് ചെയ്യുക. ശേഷം ആ എൻഡ് ഡേറ്റ് ഇപ്പോൾ 3 ദിവസമോ 4 ദിവസമോ ഒക്കെ നമുക്ക് കൊടുക്കാം. ഏറ്റവും നല്ലത് മിനിമം ഒരു 4 ദിവസമെങ്കിലും നമ്മൾ ആഡ് റൺ ചെയ്യിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ല റിസൾട്ട് കിട്ടാൻ എന്ന് അവർ തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് കൺഫേം ചെയ്ത ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ ആഡ് ചെയ്യുക. അപ്പോൾ അതിന് ആഡ് ഫണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നേരെ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാതെ ഒന്നും കൂടി സ്കെഡ്യൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യാണ്, സ്കെഡ്യൂൾ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 17 ഡിസംബർ മാറ്റിയിട്ട് 18 ഡിസംബർ നേരെ പബ്ലിഷ് കൊടുത്താലും കുഴപ്പമില്ല. ഞാനെന്താ വെച്ചാൽ നമുക്ക് ഇനി ഒന്നുകൂടിയും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് ഏകദേശം കുറച്ചൊക്കെ അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ പറഞ്ഞു തരാണ്. ഇത് പ്രൊഫഷണൽ രീതി അല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, എൻ്റെ ഒരു ഡേറ്റ് കൊടുത്ത് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, സ്കെഡ്യൂൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഞാൻ തൽക്കാലം ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത ശേഷം നമ്മൾ ഇവിടെ നമുക്ക് ഈ ലെഫ്റ്റ് ഭാഗത്ത് ആഡ്സ് മാനേജർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ഈ ക്യാമ്പയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് സാധനം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്ത ആഡുകളുടെ റിസൾട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ വെച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്നലെ ചെയ്ത ഒരു സ്പോൺസേർഡ് ആഡിൻ്റെ എത്ര കൺവേർഷൻ വന്നു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ ഒരു ആഡ് സെറ്റിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഓരോ ആഡ് സെറ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൽ നമുക്കിനി ഓരോ ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്താം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീറ്റിംഗ് മെസ്സേജുകൾ ഉണ്ടല്ലോ, അത് ചേഞ്ച് വരുത്തണമെങ്കിൽ അങ്ങനെ ഓരോ ആ ആഡിൽ നെക്സ്റ്റ് ഓരോ ആഡിലും വരുന്ന ചേഞ്ചസുകൾ നമുക്കിവിടെ മാനുവലായിട്ട് വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്ത ഡേറ്റും മാറ്റാം, എന്നിട്ട് നേരെ പബ്ലിഷ് ചെയ്യുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് അവർ തന്നെ വീഡിയോസ് ഇമേജുകളൊക്കെ ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ളതുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ഇതൊരു ആഡ് സെറ്റാണ്. ഈ ഒരു ആഡ് സെറ്റിൽ തന്നെ ഇവിടെ അവർ പല ഇമേജുകളും കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കൊടുത്തതല്ല, ഇതൊക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് ഇമേജുകളാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അവർ നമ്മളുടെ ഈ ഒരു ആഡിന് വേണ്ടി അവർ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ബാക്കിലേക്ക് വരിക. അപ്പോൾ നമ്മൾക്ക് ഇമേജ് അടക്കം അവർ ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറേ ആളുകൾക്ക് ഇങ്ങനെ ഒരു AI സഹായത്തോടെ ഈസി ആയിട്ട് സ്പോൺസേർഡ് ആഡ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.